പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആൽഫിയയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ് എന്നാണ് ഇവർക്ക് കിട്ടിയ ഒരു അഭിഷേക വചനം. ആ പ്രസംഗത്തിലൂടെ കിട്ടിയതാണ്. അവരുടനെ സിൻസിയറായിട്ട് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഇവർ സിൻസിയറായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത ഉടനെ എന്നിട്ട് അതുപോലെ തന്നെ അച്ചിട്ടതുപോലെ. അപ്പോൾ ഇവർ വിചാരിച്ചിരിക്കുന്ന 90 ദിവസം കഴിയുമ്പോൾ അവർക്ക് ജോലി കിട്ടുമെന്നാണ്. 90 ദിവസം ആകുമ്പോൾ. അപ്പോൾ 90 ദിവസം ഇവർ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഉടമ്പടിയുടെ ഓരോ അനുധാരികളെയും കൃത്യമായിട്ട് കീപ്പ് ചെയ്യും. ഇത് കാണുമ്പോൾ ഭർത്താവിന് പേടിയാവും. എന്താണ്, ഇവർ പ്രത്യേക ആളാണ്. ഇവരിങ്ങനെ ആത്മാർത്ഥത വിശ്വസിക്കും. വിശ്വാസത്തിൽ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ പിന്നെ ചട്ടി വാഴച്ചവിട്ടിലാവും. അത് ഭർത്താവിനറിയാം. അവിടെ ഒരു സ്ഥിതി അതാണ്. വിശ്വസിക്കണത് അങ്ങോട്ട് കയറി വിശ്വസിക്കും. വിശ്വാസത്തിൻ്റെ അത് എന്തെങ്കിലും തട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകത്തില്ല. അങ്ങനെ ഉണ്ട്. ഒന്നെങ്കിൽ ആശാന നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്താണ് ഈ പരിപാടി. അതുകൊണ്ട് ഭർത്താവിന് പേടിയായി. ആ ഭർത്താവിന് അധികം പ്രാർത്ഥിക്കാതിരുന്ന ഭർത്താവ് കൂടി ഇവിടെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ഭർത്താവിനറിയാം ഈ 90 ഒന്നും സംഭവിക്കത്തില്ലെന്ന്. അതാണ് എൻ്റെ വിഷയം. അപ്പോൾ ഇവളുടെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി ഭർത്താവ് കൂടി തനിക്ക് അത്ര താല്പര്യമില്ലെങ്കിൽ പോലും ഇവളുടെ കൂടെ പ്രാർത്ഥിക്കാൻ കൂടിയിരിക്കുകയാണ്. എന്താ കാര്യം? ഇവളുടെ വിശ്വാസം പോകാതിരിക്കാൻ. അത് നിസ്സാര കാര്യമല്ല. എൻ്റെ അമ്മ ഈ ലോകത്തിലുള്ള മുഴുവൻ സ്കൂളിലേക്ക് ഇവള് ഈ ഇൻ്റർവ്യൂവിന് അപേക്ഷ വിടും. എന്നിട്ട് പലരും ഇവരെ വിളിക്കത്തില്ല. ചിലയിടത്ത് ഇൻ്റർവ്യൂ ഫെയിലാകും. അവസാനം 90 ദിവസം കഴിഞ്ഞ് ജോലിയില്ല. അതോടുകൂടി അപ്പോൾ ഇവൾക്കൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താവിന് പണ്ട് മുന്നേ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയുള്ള വിശ്വാസമാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ടേ ഉള്ളൂ. കയ്യാലപ്പുറത്ത് തേങ്ങ ഇരിക്കും, അങ്ങോട്ട് വീഴ ഇങ്ങോട്ട് വീഴ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ജോലി കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇവളുടെ രഹസ്യമായിട്ട് ഭർത്താവിൻ്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി ഇവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവരുടെ രണ്ടുപേരുടെ രീതി ഭയങ്കര രസമാണ്. ഭർത്താവിൻ്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിങ്ങൾക്കുള്ള ഗുണമെന്താ? അതുങ്ങളുടെ വിശ്വാസം പരസ്പരം വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി രഹസ്യമായിട്ടാണ്. അപ്പോൾ ഇവർക്ക് ജോലിയേക്കാളും രണ്ടുപേർക്കും പ്രധാനം എന്താണ്? വിശ്വാസമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനകത്തൊരു വിഷയമുണ്ട്. കാര്യം ഇവർക്ക് ഈ ആൽഫിയയ്ക്ക് 90-ാം പക്കം ജോലി കിട്ടില്ലെന്ന് വെച്ചപ്പോൾ ഇവക്കുണ്ടായിരുന്ന അവൾക്ക് ജോലി കിട്ടിയില്ലെന്നല്ല പ്രശ്നം. അവളുടെ പ്രാർത്ഥന വിശ്വസിച്ച് അവളുടെ കൂടെ കൂട്ടിക്കുന്ന ഭർത്താവിൻ്റെ വിശ്വാസം പോകാതിരിക്കാനാണ് പിന്നീട് ഇവളുടെ വിശ്വാസം മുഴുവനും ഇവൾ നിലനിർത്തണത്. അപ്പോൾ ഇവൾ ആസിഫ് നത്തിങ് ഹാപ്പൻ എന്ന രീതിയിൽ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഇവൾ മുന്നോട്ട് പോവുകയാണ്. എന്താ കാര്യം? അവൾക്ക് ഭയങ്കര തകർച്ച ഉണ്ട്, മനസ്സിൽ പ്രയാസമുണ്ട്, ജോലി കിട്ടാത്തതിൻ്റെ വേദന ഉണ്ട്, അവളുടെ ഉടമ്പടി ഫ്ലോപ്പായി പോയതിന് സങ്കടമുണ്ട്. പക്ഷേ അവളുടെ മനസ്സിലിരിക്കണത് എന്താണ്? ഭർത്താവിൻ്റെ വിശ്വാസം. എൻ്റെ ഈ കയ്യാങ്കളി കണ്ട് ഭർത്താവിൻ്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി അതിനെ സേഫ് ഗാർഡ് ചെയ്യാൻ. അതുതന്നെയാണ് ഇയാളും ചെയ്യണത്. ഭാര്യയുടെ വിശ്വാസം, ജോലിക്കപ്പുറത്ത് അവളുടെ വിശ്വാസം നിലനിൽക്കാൻ വേണ്ടി ഭർത്താവ് സേഫ് ഗാർഡ് ചെയ്യുകയാണ്. പരസ്പരം വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. എന്തൊരു മനോഹര ശ്രുതികട്ടെ. ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഭർത്താവിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഭാര്യയുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഭർത്താവും പ്രാർത്ഥിക്കുന്നത് ദൈവഹിത പ്രകാരമാണ്. കാര്യം ക്രിസ്തു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ആ ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. എന്താണ്? ശെമയോൻ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശെമയോൻ സാത്താൻ നിന്നെ ഗോതമ്പ് മണി പോലെ പാറ്റാൻ ഉദ്യമിക്കുന്നു. ഐ വാസ് പ്രേയിങ് ഫോർ യു. നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു.
നീ എഴുന്നേറ്റ് നിൻ്റെ സഹപ്രവർത്തകരെ ബലപ്പെടുത്തുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 22:31-32. ലൂക്ക 22:31-32. ശിമയോൻ ശിമയോൻ, പറഞ്ഞ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. അപ്പോഴേ നമുക്ക് ഈ ഉടമ്പടിയിലുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്, ഉടമ്പടി പരിപാവനവും പരിപക്വവുമായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ ഒരു വിശ്വാസം നമുക്ക് സപ്പോർട്ട് ചെയ്ത് കിട്ടും. പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മറ്റുള്ളവരുടെ വിശ്വാസം കേടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കണം. മറ്റുള്ളവരുടെ വിശ്വാസം കേടാകാതിരിക്കാൻ കൂടി നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് നിസ്സാര കാര്യമല്ല. മറ്റുള്ളവരുടെ വിശ്വാസം കേടാകാതിരിക്കാൻ വേണ്ടി, ഇപ്പം പല മക്കളുടെയും വിശ്വാസം കേടാണ്. എന്താ കാര്യം? അമ്മ ചെയ്യണത് എന്താണെന്ന് അമ്മ കുർബാന സ്വീകരിച്ച് വന്നിട്ട് വീട്ടിൽ വന്ന് കാണിക്കണ പോക്രിത്തരം എന്താണെന്ന് മക്കൾക്കറിയാമല്ല. അതാണ് വിഷയം. അപ്പം കുർബാനയ്ക്ക് ഇത്രയേ ഉള്ളെന്നോ, അമ്മ സ്വീകരിക്കണ കുർബാനയും അമ്മയുടെ കട്ടായും എല്ലാം ഇത്രയേ ഉള്ളെന്നുള്ളത് മക്കൾ പഠിച്ചില്ലേ? അപ്പോൾ അവരുടെ വിശ്വാസം കേടായിപ്പോയി. നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി എല്ലാം ലോകത്ത് റിപ്പയർ ചെയ്യാൻ പറ്റും. വിശ്വാസം കേടായ റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം കുഞ്ഞുങ്ങളുടെ വിശ്വാസമാണ് കേടാക്കിയിരിക്കുന്നത്. ഇതുകൊണ്ട് കർത്താവ് വളരെ കൃത്യമായൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ ഉതപ്പ് കൊടുത്താൽ വലിയ തിരിക്കല്ല് കെട്ടി കടലിൽ കെട്ടിത്താത്തനാണ് നിങ്ങൾക്ക് നല്ലതെന്ന്. അത്രയും മോശമായിട്ട് ഈശോ സംസാരിച്ചത്. വിശ്വാസത്തിന് ഉതപ്പ് കൊടുത്താൽ സംഭവിക്കുന്ന വിഷയത്തെക്കുറിച്ച് ദൈവം ആ വ്യക്തിയെ എങ്ങനെ കാണുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് ലിജോ ജോസ്. തൃശ്ശൂർ ജില്ലയിലെ പോട്ടൂർ ഇടവകയിൽ നിന്നാണ് വന്നത്. ഇതെൻ്റെ ഭാര്യ സോണിയ ലിജോ. ഞങ്ങൾ 6/3/2019 ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു 86 മുതൽ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ടെക്സ്റ്റൈൽ ബിസിനസ്സാണ്. ഒരു 2004 മുതൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 10-20 ഏക്കറോളം ലാൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബിസിനസ്സൊക്കെ ഇത്തിരി തകർച്ചയുടെ വക്കിലേ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബിസിനസ് ടെക്സ്റ്റൈൽ ബിസിനസ് നടക്കണില്ല, റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളൊന്നും നടക്കണില്ല. അങ്ങനെ ഒരു സാമ്പത്തിക കുറച്ച് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയപ്പോഴാണ് ഇവിടെ വന്ന് പലരുടെയും കടയിൽ വരുന്ന പാത്രങ്ങളും അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് ഇവിടെ വന്ന് അറിയാൻ കഴിഞ്ഞതും. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 6/3/2019 ഞാനും ഭാര്യയും മക്കളുമായിട്ട് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഒരു 2 പ്രാവശ്യം 1-2 പുതുക്കണ വരെ വളരെ തീക്ഷ്ണമായിട്ട് അതിനകത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു പോയിരുന്നു. പിന്നെ കൊറോണ വന്ന് ലോക്ക്ഡൗണായി എല്ലാവരും ഇങ്ങനെ വീട്ടിൽ അടച്ചിരിക്കുന്ന സമയത്ത് ഒരു ദൈവദൂതൻ്റെ ഒരു രൂപത്തിൽ വന്ന് ഏകദേശം ഒരു 1.5 കോടി രൂപയുടെ ഒരു കച്ചവടം തന്ന് കുറച്ചധികം സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. ഒന്നും ഫോൾട്ടായിട്ടില്ലെങ്കിലും എല്ലാം കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഒരു 1.5 കോടി രൂപയുടെ കക്ഷി അത്രയും കച്ചവടം തന്ന് നമ്മൾക്ക് അതിൽ നിന്നൊക്കെ കുറച്ച് ബാധ്യതകളിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് നമുക്ക് ഷോൾഡർ ഫ്രീ ആക്കാനായിട്ട് നമ്മൾ സാധിച്ചു ആദ്യത്തായിട്ട്. അത് 2019 നടന്നത്. എനിക്കത് വന്ന് പറയാനായിട്ട് ഇവിടെ വന്ന് നമ്മൾക്ക് സ്വയം ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്കിവിടെ ഒന്ന് പറയാൻ പറ്റാതിരുന്നത്. എൻ്റെ ഭാര്യ വന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഇതൊന്നും പറയാൻ പറ്റാത്തതിന് ക്ഷമ ചോദിക്കുന്നു ആദ്യം തന്നെ. രണ്ടാമതായിട്ട് 2 സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കുറേ സ്ഥലങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 2 സ്ഥലങ്ങളുടെ റീസർവേ കഴിയാണ്ട് ഒരു 15 കൊല്ലമായിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുകയാണ്. അപ്പോൾ അതൊന്നും നടന്ന് കിട്ടണില്ല. അത് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് നീണ്ടു പോവുകയാണ്. ഒരു സ്ഥലത്തിൻ്റെ ആണെങ്കിൽ ഒരു ഹൈവേ അതിൻ്റെ 3 അഡ്ജസൻറ്റ് പ്രോപ്പർട്ടികൾ ഗവൺമെൻറ് പ്രോപ്പർട്ടീസാണ്.
ഒന്ന് ഫോറസ്റ്റിൻ്റെ, ഒന്ന് PWD റോഡ്, ഒന്ന് ഗവൺമെൻറ് പുറമ്പോക്ക്, അങ്ങനെ കിടക്കുന്ന നല്ലൊരു ഹൈ വാല്യൂ ആയിട്ടുള്ളൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ്. അത് റീസർവേ ചെയ്ത് കിട്ടിയിട്ടുണ്ടാകുന്നില്ല ഒരുപാട് പ്രാവശ്യം. ഇപ്പോൾ അത് റീസർവേ ചെയ്ത് കിട്ടി. അതാണ് രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമതായിട്ട് ഞാൻ പ്രൊഫഷണലായിട്ട് ഈ ഷെയർ ട്രേഡിങ്ങിനെ പറ്റി പഠിച്ച് അത് നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഒരു സെപ്റ്റംബറിൽ തൊട്ടൊരു വലിയൊരു റിസഷൻ വന്ന അന്ന് മുതൽ മാർക്കറ്റ് വളരെ ഡൗണായി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ലോസിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ടൈറ്റൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു 15 ലക്ഷം രൂപയുടെ അടുത്ത് ഏകദേശം ഒരു രണ്ട് ഫ്യൂച്ചർ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഒക്ടോബറിലായിരുന്നു ജപമാല റാലി. അന്നത്തെ ലാസ്റ്റ് തേഴ്സ്ഡേ അതിൻ്റെ എക്സ്പയറിയാണ്, ആ സാധനത്തിൻ്റെ ഫ്യൂച്ചറിൻ്റെ എക്സ്പയറിയാണ്. എത്രയാണ് നഷ്ടം നിൽക്കണമെന്ന് വെച്ചാൽ ആ നഷ്ടത്തിൽ അത് സെല്ല് ചെയ്തിട്ട് നമ്മൾ റിയലൈസ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഏകദേശം അതിനകത്ത് 15 ലക്ഷം രൂപയിൽ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ലോസിലാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ജപമാല റാലിയിൽ പ്രത്യേകം പ്രാർത്ഥിച്ച് അതിനകത്ത് പങ്കെടുത്തപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടിയാണ് ഞാൻ അത്രയും സാക്രിഫൈസ് ചെയ്ത് വന്ന റാലിയിൽ പങ്കെടുത്ത്. അതുപോലെ തന്നെ അന്നത്തെ അവസാനത്തെ തേഴ്സ്ഡേ, അന്നത്തെ ഒരു ദിവസം ഗവൺമെൻറ് അതിൻ്റെ തലേ ദിവസം എക്സൈസ് ഡ്യൂട്ടി, ഗോൾഡിൻ്റെ എക്സൈസ് ഡ്യൂട്ടി കാര്യമായിട്ട് കുറച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം വന്നപ്പോൾ അന്നത്തെ ദിവസം തന്നെ ടൈറ്റൻ എന്നുള്ള ഷെയർ 10% അപ്പർ സർക്യൂട്ടിൽ അത് ക്ലോസ് ചെയ്തു. എനിക്കത് ചെറിയൊരു 1.5 ലക്ഷം ലോസിൽ നിന്ന സാധനം എനിക്കൊരു ചെറിയ പ്രോഫിറ്റിൽ അത് എക്സിറ്റ് ചെയ്യാൻ പറ്റി. അതൊരു വലിയൊരു ദൈവത്തിൻ്റെ പ്രത്യേക ഒരു കരുതലാണെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയുന്നു. പിന്നെ മൂന്നാമതായിട്ട് കിണറ്റിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിണറിൽ വെള്ളം ഭയങ്കരമായിട്ട് കലങ്ങുകയും വെള്ളം തീരെ കുറയാണ് ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട്. അപ്പോൾ വയറ്റിൽ അസുഖം, എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കെല്ലാം വയറ്റിൽ ബുദ്ധിമുട്ടുകളും ആശുപത്രി പോകേണ്ട അങ്ങനെ അവസ്ഥകളുണ്ടായിരുന്നു. കിണറിൽ ഉപ്പും പരിശുദ്ധ വെഞ്ചരിച്ച വെള്ളം തെളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വെള്ളത്തിന് കുറവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വെള്ളത്തിന് ആ കലങ്ങലും പൂർണ്ണമായും മാറിക്കിട്ടി. 2008 ഒരു സ്ഥലം വാങ്ങിക്കാനായിട്ട് ഒരു ഏക്കറോളം സ്ഥലം വാങ്ങിക്കാനായിട്ടൊരു എഗ്രിമെൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2008 വലിയൊരു റിസഷൻ വന്നപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ട് 1 ഏക്കറാണ് ഞാൻ എഗ്രിമെൻറ്റ് ചെയ്തിരുന്നത്. അതിനകത്ത് 40 സെൻറ്റോളം ഞാൻ ഓൾറെഡി അത് ഡേറ്റിന് മുന്നേ ഞാൻ തീരെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള 60 സെൻറ്റ് സ്ഥലം ഞാൻ തീരെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് അവർ ഒന്ന് രണ്ട് മാസത്തോളം ഒരു എക്സ്ക്യൂസൊക്കെ തന്ന് ഇങ്ങനെ നീട്ടിക്കൊണ്ട് കരാറ് നീട്ടി കുറച്ച് പൈസ കൊടുത്ത് കൂടുതൽ കൊടുത്ത് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആ സ്ഥലം വന്ന് അളന്ന് നോക്കി അവസാനം അളന്ന് നമുക്ക് സ്കെച്ച് തന്നപ്പോൾ അതിനകത്ത് 20 സെൻറ്റിൻ്റെ 3 പ്ലോട്ടാണ് ഇനി തീരെടുക്കാനുള്ളത്. അതിൽ ഒരു 20 സെൻറ്റിൻ്റെ പ്ലോട്ടിനകത്ത് ഒരു 6 സെൻറ്റോളം സ്ഥലം പുറമ്പോക്കുണ്ട്. ആ പുറമ്പോക്ക് സ്ഥലത്തിനും കൂടി അവർക്ക് പൈസ കൊടുത്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, എനിക്ക് പെരവച്ച് താമസിക്കാനോ കൃഷി ചെയ്യാനോ എനിക്ക് ആവശ്യമില്ല. എനിക്ക് വിൽക്കാനായിട്ടുള്ള പ്രോപ്പർട്ടി ഡീലിൽ പേപ്പറിലാക്കി തന്നാലേ ഞാൻ പൈസ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു തർക്കത്തിൻ്റെ പുറത്ത് അവർ പിന്നെ അതിൽ നിന്ന് ആ കോൺട്രാക്റ്റിൽ നിന്ന് അവർ തിരിച്ചു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ മീഡിയേറ്റേഴ്സായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് ആ പൈസ മടക്കി തന്നാൽ മതി, നമ്മുടെ സമയം പീരീഡ് കഴിഞ്ഞു, നമ്മൾ തന്ന 10 ലക്ഷം രൂപ അഡ്വാൻസ് അവരുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്, നമുക്ക് ആ പൈസ തിരിച്ച് തന്നാൽ മതി, തീരെടുത്തതിൻ്റെ പൈസയൊക്കെ ഓൾറെഡി സെറ്റിൽഡാണ്, 10 ലക്ഷം മടക്കി തരാൻ പറഞ്ഞപ്പോൾ അവർക്ക് സമ്മതിക്കുന്നില്ല. അവർ പറയണ നിങ്ങളുടെ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വാൻസ് എമൗണ്ട് ഫുള്ളായിട്ട് ഫോർഫീറ്റ് ചെയ്ത് എഴുതുന്നതാണ് നമ്മുടെ എഗ്രിമെൻറ്റിൽ എഴുതി വെച്ചേക്കണം. അത് പ്രകാരം അവരൊന്നും തന്നില്ല. ഞാൻ അങ്ങനെ 2010 തൃശ്ശൂർ സബ് കോടതിയിൽ കേസിന് പോയി. എനിക്ക് 2016 അത് ഞങ്ങൾ ബാക്കി പല സ്ഥലം കിട്ടുന്നതിന് വേണ്ടി ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ ഫുൾ വാല്യൂം കോടതിയിൽ കെട്ടിവെച്ചിട്ടാണ് ഞാൻ കേസിന് പോയിട്ടുള്ളത്. അപ്പോൾ ഒരു 4 lakhsോളം കോർട്ട് ഫീ അടച്ചിട്ട് ഞാൻ കേസിന് പോയി. എനിക്ക് സ്ഥലം തന്നില്ല. ഓൾട്ടർനേറ്റ് പ്രയറായിട്ടുള്ള കേസും അതിൻ്റെ അഡ്വാൻസ് എമൗണ്ടും 12% പലിശയും കോടതിക്ക് വിധിക്ക് ശേഷം 6% പലിശയായിട്ട് തൃശ്ശൂരിൽ നിന്ന് വിധി വന്നു.
അവർ പറയണു ഈ സ്ഥലം ഈ പൈസ തിരിച്ചു തരാൻ സാധിക്കില്ല, ഞങ്ങൾ ഫുള്ളായിട്ട് ഈ അഡ്വാൻസ് മണി അല്ല ഏണസ്റ്റ് മണി എന്നുള്ളൊരു വാക്കാണ് അതിനകത്ത് ഉപയോഗിച്ചാണ്. അതാണ് അമ്മ മാതാവിൻ്റെ അത്ഭുതത്തിൻ്റെ ചരിത്രം അവിടെ നിന്നാണ് തുറന്നു പറയുന്നത്. അപ്പോൾ ഈ ഇതിനകത്ത് എഴുതി വെച്ചേക്കണത്, കരാറിൽ എഴുതി വെച്ചേക്കണ ഏണസ്റ്റ് മണി എന്നുള്ളൊരു വാക്കാണ്. ഏണസ്റ്റ് മണി നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യുമ്പോഴും ഏണസ്റ്റ് മണി തിരിച്ചു കൊടുക്കാൻ വേണ്ടാത്തൊരു പൈസയാണ്. ഏണസ്റ്റ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് വോയിഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ നമ്മൾക്കറിയില്ല ഇതിനകത്ത് അഡ്വാൻസ് മണി എന്ന് തന്നെയല്ല അവിടുത്തെ എഴുതാറ്. പക്ഷേ ഇവർ എഴുതി വെച്ചേക്കണ ഏണസ്റ്റ് മണി എന്ന് ഞാൻ എഴുതി കൊണ്ടുപോയ ഡോക്യുമെൻറ്റിലാണ് അവർ സൈൻ ചെയ്ത് തന്നതാണ്. പക്ഷേ അവർ ഇതിനകത്ത് എഴുതി വെച്ചാണ് ഏണസ്റ്റ് മണി എന്നാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവർ വീണ്ടും ഹൈക്കോടതിയിൽ ഇതിന് ചലഞ്ചിങ് ആയിട്ട് ഹൈക്കോടതിയിൽ പോയി. 2017 അവർ പോയി. 2025 ഇപ്പോൾ അത് കഴിഞ്ഞ ആഴ്ചയിൽ വിധി വന്നു. അതിൻ്റെ ഇടയിൽ ഈ കേസിൻ്റെ പേപ്പറുകളും ആധാരങ്ങളും ആയിട്ട് അച്ഛനെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു വെഞ്ചരിച്ച ഒരു കാശ് രൂപം തന്നു. അത് കുഴിച്ചിടാനും പ്രാർത്ഥിക്കാനും പ്രത്യേകം പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞു തന്നു. അച്ഛനെ വന്ന് കണ്ടുപോയതിൻ്റെ ഫലമായിട്ട് എനിക്കത് ഈ കേസ് 2012% വിധിയാണ് തൃശ്ശൂരിൽ നിന്ന് വിധിച്ചെങ്കിലും ഇവരത് ഹൈക്കോടതിയിൽ നിന്ന് 8% പലിശയായിട്ട് എനിക്ക് തരാനായിട്ട് വിധിച്ചുകൊണ്ട് വിധി വന്നു. ഈ വിധിയിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ വരെ ഉള്ളത് ഈ അഡ്വാൻസ് ഏണസ്റ്റ് മണി എന്നുള്ള വാക്ക് തിരിച്ചു കൊടുക്കേണ്ടതിന് പകരം അതിന് അഗെയിൻസ്റ്റായിട്ട് ആദ്യമായിട്ടുള്ള വന്നൊരു വിധിയാണ്. അപ്പോൾ ഇത് പുതിയ കേസുകൾക്ക് അതിൻ്റെ ജേണലിൽ വരെ പ്രിൻ്റ് ചെയ്ത് വരണം, പുസ്തകത്തിൽ വരെ പ്രിൻ്റ് ചെയ്ത് വരാനുള്ള ഒരു വിധിയായിട്ട് ഈ സാധനം ഇതിനകത്ത് പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ആ കേസ് ഇപ്പം അതിൻ്റെ എക്സിക്യൂഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൈസ കിട്ടിയിട്ടില്ല. എന്നാലും നമുക്ക് അത് പരിശുദ്ധ അമ്മ ഇടപെട്ട് തിരുക്കുമാരിൽ നിന്ന് വാങ്ങി തന്നതാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻ്റ് ആയിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ വെച്ചേക്കുന്ന 2 നിയോഗങ്ങളാണ്. പരിശുദ്ധ അമ്മ 4ാമത്തെ ഒരു നിയോഗമാണ്. ഈ 2 3 കേസുകളുണ്ട്. ആ കേസുകളിൽ നമ്മളെ കൊണ്ടൊന്നും വിചാരിച്ചിട്ട് കാര്യങ്ങളൊന്നും നടക്കണില്ല. പരിശുദ്ധ അമ്മ വക്കീലായിട്ട് വന്നിട്ട് ഇത് കാര്യങ്ങൾ നടത്തണം എന്നാണ് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നത്. അതുപോലെ ഒരു മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. എനിക്കൊരു അപകടം പറ്റിയത്. ആ കേസ് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടുപോകുമായിരുന്നു. അതിൻ്റെ തീരുമാനമായി അതിൻ്റെ കോമ്പൻസേഷൻ വാങ്ങിത്തന്ന് അതിനും തീരുമാനമായി തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ വാങ്ങിത്തന്ന പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരന് വാങ്ങിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. ഈ തിരുവൾത്താരയിൽ കയറി നിൽക്കാനുള്ള ഭാഗ്യം തന്നതിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കും ഞാൻ അവസാനിപ്പിക്കുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് നമ്മൾ മിക്കവാറും തൃശ്ശൂർ പോയിട്ട് അവിടെ പുത്തമ്പള്ളിയുടെ പരിസരത്തും അങ്ങനെ മാർക്കറ്റിൻ്റെ പരിസരത്തൊക്കെ പൊതിച്ചോറുണ്ടാക്കി കൊടുക്കാറുണ്ട്. മിക്കവാറും കടയിൽ നിന്ന് പോകാൻ ഒഴിവില്ലാത്തപ്പോൾ തൃശ്ശൂർ അങ്കമാലി 2-3 സ്ഥലത്തങ്ങളിലേക്ക് ഭക്ഷണത്തിന് വേണ്ടിയുള്ള പൈസയാണ് അയച്ചു കൊടുക്കാറ്. അതൊക്കെയാണ് കാരുണ്യ പ്രവർത്തികളായിട്ട് പറയുന്നത്. കാരണം കടയിൽ വരുന്ന സമയം കിട്ടുന്ന ആൾക്കാരോടൊക്കെ വളരെയധികം ഇതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ, നമ്മുടെ കിട്ടിയ നന്മകളും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരും കുറേ ആൾക്കാർ ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വന്നവർ ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ കുറേയൊക്കെ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ തിരുത്തി കൊടുക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ അവരൊക്കെ മനസ്സിലാക്കിക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സാക്ഷ്യം പറയണത് ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഇവിടെ എഴുതി കൊടുത്തു പോയതൊരു സാക്ഷിയാണ്. അപ്പോൾ എനിക്കിവിടെ വന്ന് പറയാനായിട്ട് എനിക്ക് ഇവിടെ കയറി നിൽക്കാനും ആൾത്താരയിൽ നമ്മളങ്ങനെ സ്റ്റേജിലൊന്നും കയറി നിന്നുള്ള പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് കയറി നിൽക്കാനും ഭയങ്കര പേടി കൊണ്ടാണ് അവിടെ എഴുതി കൊടുത്തു പോയത്. നമുക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ നമ്മൾ പൊതുസമക്ഷത്തിൽ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മളത് പിശാചിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ലോലി നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലായപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവുകയും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതിന് അവസരം തന്നതിന് നന്ദി പറയും. എൻ്റെ പേര് ജോസഫീന സിൽവസ്റ്റർ. ഞാൻ കൊച്ചി രൂപതയിലെ കൊമ്പളങ്ങി സേക്രഡ് ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ 2 ബ്രസ്റ്റിലും 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഒക്കെയുള്ള മുഴകളും, നക്ഷത്രം പോലെ 2 ബ്രസ്റ്റിലും നിറയെ മുഴകളും വന്നു. അപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്
ഓപ്പറേഷൻ ചെയ്ത് 2 ബ്രസ്റ്റിലും എടുത്ത് കളയണത് നക്ഷത്രം പോലെ ഉള്ളതുകൊണ്ട് പെറുക്കി കളയുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും 2 ബ്രസ്റ്റും ഒരേ സമയം നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം. എന്നിട്ടത് എടുത്ത് കളയുക തന്നെ വേണം, മരുന്നില്ല. അപ്പോൾ 2019 അതിനു വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്, ഏപ്രിൽ മാസം. അതിനുശേഷം എനിക്ക് ആകെ ഒരു വിഷമതയിലായി. അതൊന്നും സംഭവിക്കണില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ടും. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ തൈക്കാട്ടിശ്ശേരി പള്ളിയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ ദൈവം എന്നെ അനുവദിച്ചു. ആ സമയത്ത് അച്ഛൻ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ ദിവ്യസക്രാരിക്ക് മുമ്പിൽ എന്നെ മുട്ട് കുത്തിച്ച് നിർത്തി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ട് എന്നെ വിട്ടു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. വീണ്ടും അത് വലുതാകുന്നത് പോലെയൊക്കെ സംഭവിച്ചു. ഞാൻ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതൊരു സംശയമുണ്ട്, ക്യാൻസർ ആണോ എന്ന് പരിശോധിക്കണം, അപ്പോൾ നമ്മൾ ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ ഇവിടെ വന്നു. അപ്പോൾ ഇങ്ങനെ സംശയം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് അച്ഛനെ കാണാനുള്ള ഒരു ടോക്കൺ കിട്ടി. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് വീണ്ടും പ്രാർത്ഥിച്ചു. ഇങ്ങനെ ക്യാൻസർ ആണോ എന്ന് സംശയം പറയുന്നു അച്ഛാന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛനൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഒന്നും പറഞ്ഞില്ല. അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പോയി. പിന്നെ അത് ബയോപ്സിക്ക് അയച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊറോണ കാലമായി. പിന്നെ 2 വർഷം കൊറോണ കാലമായിരുന്നു. ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞ് കൊറോണ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആ കാലത്ത് ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ 2 ബ്രസ്റ്റിലും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. 2 വർഷം കൊറോണ കഴിഞ്ഞ് ഞാൻ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തോ ഒരു ചേഞ്ച് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഓപ്പറേഷൻ വേണ്ട, ഒരു 2 മാസം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ 2 മാസം പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ വൈറ്റമിൻ ഗുളിക കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വൈറ്റമിൻ ഗുളിക മാത്രം തന്നു. എന്നിട്ട് 1 മാസം ഒരു മെഡിസിനും എടുക്കാതെ ഇരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് വരണം. അങ്ങനെ ഞാൻ 3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നെ പരിശോധിച്ചപ്പോൾ പറഞ്ഞു, ഇനി ഒരു സ്കാനിങ്ങിൻ്റെ ആവശ്യം പോലും ഇല്ല. അതുകൊണ്ട് 2 ബ്രസ്റ്റിലെയും എല്ലാ മുഴകളും മാറിയിരിക്കുന്നു. അപ്പോൾ ഇനി ഒന്നും വേണ്ട, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇത്ര വലിയ അനുഗ്രഹം നൽകിയ ദൈവമാതാവിനും തിരുകുമാരനും ദൈവപിതാവിനും അനന്തകോടി നന്ദി. ഞാൻ കാരുണ്യ പ്രവർത്തനം, പ്രേക്ഷിത പ്രവർത്തനം, കൃപാസനം പേപ്പർ ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അത് ഇന്ന സ്ഥലത്തൊന്നില്ല, വീടുകളിൽ കൊടുക്കും, കടകളിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാർക്ക്. ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് 3 കെട്ട് വാങ്ങണം എന്ന് തോന്നി. അപ്പം ഞാൻ വാങ്ങിയപ്പോൾ ഞാൻ ഓർത്തത് മാതാവ് ഇതിനിപ്പോൾ വാങ്ങിപ്പോയി ഇനി എന്താ ചെയ്യുമെന്ന്. ആ സമയത്ത് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീടിനടുത്തൊക്കെ കുറച്ച് പേർക്ക് ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ചേച്ചിക്ക് പൈസ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ചേച്ചിക്ക് വാങ്ങി കൊടുക്കാനായിട്ട്. അങ്ങനെ ആ ചേച്ചി വന്ന് എൻ്റെ അടുത്തുനിന്ന് ഒരു കെട്ട് വാങ്ങി. പിന്നെ അതുപോലെ തന്നെ വളരെ നമുക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല, പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വളരെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് എല്ലാവരും വാങ്ങിക്കൊണ്ട് പോയി. അതുപോലെ തന്നെ മാതാവിൻ്റെ കാശുരൂപം, ഉപ്പ്, തേന്, കൊന്ത, എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ നിന്ന് വാങ്ങും. അപ്പം ചിലവരെയൊക്കെ കാണുമ്പോൾ ഇത് കൊടുക്കണം എന്നെൻ്റെ ഉള്ളിൽ പറയും. അത് ക്രിസ്ത്യനാകാം, നോൺ ക്രിസ്ത്യനാകാം. മിക്കവാറും എല്ലാവരെയും കാണുമ്പോഴേ മാതാവിനെക്കുറിച്ച് പറയണം എന്നെൻ്റെ ഉള്ളിൽ പറയും. അതുമാത്രമല്ല, ഞാൻ ചിലപ്പോൾ പറയും, ഞങ്ങളോട് പറയും, ഇപ്പോൾ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പോന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും എൻ്റെ മനസ്സിലിങ്ങനെ പറയേണ്ടതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇതുപോലെ തന്നെ എല്ലാവരോടും, ഞാൻ കാണുന്ന എല്ലാവരോടും ഉള്ളിൽ പറയേണ്ടവരെയൊക്കെ പറയണം എന്നുള്ള എൻ്റെ മനസ്സിൽ നിന്ന് പറയാറുണ്ട്. അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്. ഇതുപോലെ പലരും ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും അതുപോലെ തന്നെ അവർക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്.